ബഹുമാന്യരായ നേതാക്കന്മാരെ, വിശിഷ്ട വ്യക്തികൾ, പ്രിയപ്പെട്ട നാട്ടുകാർ, കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലം ആസ്ഥാനങ്ങളിലും SDPI ഇതുപോലെ അംബേദ്കർ സ്ക്വയർ സംഘടിപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ 76ാം റിപ്പബ്ലിക് ദിന ചടങ്ങുകളാണ് ഇന്ന് രാജ്യമൊട്ടാകെ ഈ സന്ദർഭത്തിലാണ് ഭരണഘടനയാണ് ഇന്ത്യയുടെ ആത്മാവ് എന്ന മുദ്രാവാക്യവുമായി SDPI ഈ ആഹ്ലാദ ദിനത്തിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുളവാക്കുന്ന ഒരു ദിനത്തിൽ ഇങ്ങനെയൊരു പ്രമേയവുമായി ബഹുജനങ്ങൾ മുമ്പാകെ എത്തിയിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ രാജ്യം ലോകത്തിലെ ഏത് രാജ്യത്തെക്കാളും വിഭിന്നമായ, വളരെ സവിശേഷമായ വ്യത്യസ്തങ്ങളുള്ള, വൈജാത്യങ്ങളാൽ സമ്പുഷ്ടമായ ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യക്ക് സമാനമായ വൈജാത്യങ്ങൾ ഒരുപക്ഷെ ലോകത്ത് ഒരു രാജ്യത്തിനും ഉണ്ടാകില്ല എന്നത് വളരെ പ്രസക്തമായ കാര്യമാണ്. ഭാഷയുടെ കാര്യത്തിൽ ഏത് രാജ്യത്തെ എടുത്ത് പരിശോധിച്ചാലും ആ രാജ്യത്തിന് അവരുടെ ഒരു സ്വന്തമായൊരു ഭാഷയുണ്ടാകും. ഒന്നോ അതിൽ രണ്ടോ അതിലപ്പുറത്തേക്ക് ഒരു രാജ്യത്തിന് സ്വന്തം എന്ന് അവകാശപ്പെടാൻ കഴിയുന്ന ഭാഷകളുണ്ടാവില്ല. മതത്തിന്റെ കാര്യത്തിൽ, ആളുകളുടെ ജീവിത സാഹചര്യങ്ങളുടെ കാര്യത്തിൽ, ജനങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസിന്റെ കാര്യത്തിൽ, ജനങ്ങളുടെ സംസ്കാരത്തിന്റെ കാര്യത്തിൽ എല്ലാം ഒരുപക്ഷെ ഇന്ത്യയെപ്പോലെ വൈവിധ്യങ്ങളാൽ സമ്പുഷ്ടമായ ഒരു രാജ്യത്തെ ലോകത്ത് നമുക്ക് ദർശിക്കാൻ കഴിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇന്ത്യ എന്ന രാജ്യം നമ്മുടെ കേരളത്തിൽ തന്നെ, കേരളത്തിൽ തലശ്ശേരിയുള്ള ജനങ്ങളുടെ ഭാഷ മലയാളമാണെങ്കിൽ പോലും അത് തിരുവനന്തപുരത്തെത്തുമ്പോൾ ആ ഭാഷ, മലയാള ഭാഷയ്ക്ക് പോലും വ്യത്യസ്തത കൈവരുന്നുണ്ട്. അത് നമ്മൾ ഓരോ സംസ്ഥാനങ്ങളെടുത്ത് പരിശോധിച്ചാൽ നമ്മുടെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നെല്ല് വരുന്നത് ഭാഷകളുടെ അടിസ്ഥാനത്തിലാണ്. 25ഓളം സംസ്ഥാനങ്ങൾ രാജ്യത്തുള്ളത് വ്യത്യസ്തമായ ഭാഷകൾ സംസാരിക്കുന്ന, അതിനടിസ്ഥാനത്തിൽ കൂടിയാണ് സംസ്ഥാനങ്ങളെ രൂപപ്പെടുത്തുന്നതിന് മാനദണ്ഡമായി വെച്ചിരുന്നത്. നമുക്കറിയാം, ഇന്ത്യയെ നമ്മൾ രാഷ്ട്രഭാഷ എന്നൊക്കെ വിളിക്കാറുണ്ട്. അത് സംബന്ധിച്ച് എതിർപ്പ് പോലും ഈ രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിലുണ്ട് എന്നത് നമുക്കറിയാം. വ്യത്യസ്തമായ ഭാഷകൾ, ഓരോ സംസ്ഥാനത്തിന് 2 ഭാഷകൾ. ഇപ്പൊ നമ്മൾ കർണാടകത്തിൽ പോവുകയാണെങ്കിൽ കന്നഡ അവിടുത്തെ മുഴുവൻ കന്നഡക്കാർക്കും അറിയണമെന്നില്ല. അവിടെ ഉറുദു സംസാരിക്കുന്നവരുണ്ട്, കന്നഡ സംസാരിക്കുന്നവരുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ ഭാഷകൾ ഓരോ സ്റ്റേറ്റിലുമുണ്ട്. അങ്ങനെ ഭാഷകൾ കൊണ്ട് വൈവിധ്യമാണ്. ഇന്ത്യ ഒരൊറ്റ ഭാഷയായി, ഇന്ത്യക്ക് ഒരു ഭാഷ മതി എന്ന് രാജ്യത്തെ ഗവൺമെന്റിന്റെ ഭാഗത്ത് ചില അഭിപ്രായ പ്രകടനങ്ങൾ വന്നപ്പോൾ നമ്മുടെ രാജ്യം ഒരു പൊട്ടിത്തെറിയിലേക്ക് പോകുന്ന വിധം വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് വന്നത്. നമുക്കൊരു മതം മതി എന്ന് പറയാൻ കഴിയില്ല, നമുക്കൊരു സംസ്കാരം മതി എന്ന് പറയാൻ കഴിയില്ല. നമുക്ക് അങ്ങനെ വൈവിധ്യങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിത രീതികൾ പോലും, പഞ്ചാബിലെ മനുഷ്യന്മാരും പഞ്ചാബിലെ നമ്മുടെ ഇന്ത്യക്കാരായ സഹോദരന്മാരുടെ അവരുടെ ആകാര ഭംഗിയോ രൂപസാദൃശ്യമോ അല്ല ഇന്ത്യയിലെ മറ്റു സംസ്ഥാനത്തുള്ളവർക്ക്. കാശ്മീരികളെ നമുക്ക് പെട്ടെന്ന് കണ്ടാൽ തിരിച്ചറിയാൻ കഴിയും. അത് കാശ്മീരാണെന്ന് അവരുടെ സൗന്ദര്യം, കാശ്മീരി വനിതകളുടെയും കാശ്മീരി ജനതകളുടെയും സൗന്ദര്യം അങ്ങേയറ്റം ആകർഷിക്കുന്നതാണ്. ആ സൗന്ദര്യ സങ്കല്പമൊന്നും നമ്മുടെ തെന്നിന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഇല്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അങ്ങനെ നമ്മൾ എവിടെ നോക്കിയാണ് വ്യത്യസ്തത. നമുക്കറിയാം, നമ്മുടെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിലെ ജനങ്ങളെ കണ്ടാൽ അവര് വ്യത്യസ്തമായ രൂപഭാവം തന്നെ
വളരെ കുറിയ വെളുത്ത മനുഷ്യന്മാരാണ് നോർത്ത് ഈസ്റ്റിലുള്ളത്. അങ്ങനെ വ്യത്യസ്തമാണ് നമ്മുടെ സംസ്കാരങ്ങൾ, നമ്മുടെ ഭാവഭേദങ്ങൾ എല്ലാം വ്യത്യസ്തമാണ്. ഈ വ്യത്യസ്തങ്ങളെ ഒന്നിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന് ഒന്നായി ഒരു ഇന്ത്യ എന്ന ഒരൊറ്റ മുദ്രാവാക്യത്തിന് കീഴിൽ, ഒരാശയത്തിന് കീഴിൽ, ഒരു ആദർശത്തിന് കീഴിൽ, ഇന്ത്യ എന്ന സങ്കല്പത്തിന് കീഴിൽ ഈ വൈജാത്യങ്ങളായ ജനങ്ങളെ മുഴുവൻ അണിനിരത്തിയിട്ടുള്ളതിന് അതിന് പ്രേരകമായിട്ടുള്ളത്, അത് സാധ്യമായിട്ടുള്ളത് ഇന്ത്യയുടെ ഭരണഘടന ഒന്ന് മാത്രമാണ്. ഇന്ത്യക്ക് ഇന്നുള്ളത് പോലുള്ള ഭരണഘടന ഈ രാജ്യത്തിനില്ലായിരുന്നുവെങ്കിൽ ഈ വൈജാത്യങ്ങളെ, ഈ വ്യത്യസ്തതകളെ, ഈ വ്യതിരക്തതകളെ ഒന്നിച്ച് സംയോജിപ്പിച്ചു കൊണ്ടുപോകാൻ നമുക്ക് സാധ്യമാവുമായിരുന്നില്ല. അതാണ് നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനയുടെ ഏറ്റവും വലിയ സവിശേഷത. 1934 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് നമുക്കറിയാം, ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യമാകുന്നത് 1947 ഓഗസ്റ്റ് 15-നാണ്. ഈ 1947 മുമ്പ്, അതിനും 13 വർഷം മുമ്പാണ് ഇന്ത്യക്കൊരു ഭരണഘടന വേണമെന്നൊരാശയം രാജ്യത്ത് ഉണ്ടായി വരുന്നത്. 1934 അന്നത്തെ റാഡിക്കൽ ഡെമോക്രറ്റിക് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടായിരുന്നു. അന്ന് RDP, റാഡിക്കൽ ഡെമോക്രറ്റിക് പാർട്ടിയുടെ സമ്മതിനായ നേതാവ് MN റോയ്. അദ്ദേഹം പത്രപ്രവർത്തകനായിരുന്നു, അദ്ദേഹം ദാർശനികനായിരുന്നു, അദ്ദേഹം സാമൂഹ്യ ശാസ്ത്രജ്ഞനായിരുന്നു, രാഷ്ട്രീയക്കാരനായിരുന്നു. MN റോയിയാണ് ആദ്യമായി ഇന്ത്യക്ക് ഒരു ഏകീകൃത ഭരണം ഉണ്ടാവണമെന്ന ആശയം ഇന്ത്യ രാജ്യത്തിന് മുമ്പാകെ സമർപ്പിക്കുന്നത്. അന്ന് പക്ഷേ നമുക്ക് ഇന്ത്യക്ക് ഒരു രാജ്യം, നമുക്കൊരു ഒരു ഭരണകൂടമില്ല. അന്ന് വൈദേശികരാണ്, ബ്രിട്ടീഷുകാരാണ്, അല്ലെങ്കിൽ പോർച്ചുഗീസുകാരാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്താണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായി റാഡിക്കൽ ഡെമോക്രറ്റിക് പാർട്ടിയുടെ നേതാവ് MN റോയ് ആദ്യമായി ആവശ്യമുന്നയിക്കുന്നത്. ഇത് ഈ ഒരു ആശയം പക്ഷെ അന്ന് അത്രത്തോളം ചർച്ച ചെയ്യാൻ അവസരമില്ലായിരുന്നു. നമുക്ക് സ്വന്തമായി ഒരു ഭരണകൂടമോ ഒരു ഭരണ സംവിധാനമോ ഇല്ലാത്ത സമയത്താണ് ഈ ആശയം മുന്നോട്ട് വെക്കുന്നത്. 1939 രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ച് 1940 ബ്രിട്ടൻ ഈ രണ്ടാം ലോക മഹായുദ്ധത്തിൽ സജീവമായി പങ്കാളിത്തം വഹിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആശയം മുന്നോട്ട് വെക്കുന്നത്. അതിന് കാര്യമുണ്ടായിരുന്നു. ഇന്ത്യയിലെ ജനങ്ങളുടെ സപ്പോർട്ട്, ഇന്ത്യക്കാരുടെ സപ്പോർട്ട് ബ്രിട്ടൻ ആവശ്യമുണ്ടായിരുന്നു. ആ ആവശ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ അത് മുതലെടുക്കാൻ വേണമെങ്കിൽ പറയാം, MN റോയ് അത്തരമൊരു ആവശ്യം മുന്നോട്ട് വെച്ചത്. പിന്നീട് അത് അംഗീകരിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട വിവിധ ചർച്ചകളുണ്ടായി. 1940 ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന നമ്മുടെ ആശയം, MN റോയ് മുന്നോട്ട് വെച്ച ആശയം, അത് ബ്രിട്ടൻ അംഗീകരിക്കുവാനുണ്ടായത്. അവിടെ നിന്ന് അങ്ങോട്ടാണ് 1940 നമുക്കൊരു ഭരണഘടനയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. ഞാൻ ചരിത്രം നീട്ടുകയല്ല. പക്ഷേ അങ്ങനെ ഒരു വർഷങ്ങളെടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ സ്വതന്ത്രമായ ഉടനെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു ഭരണഘടന അല്ല എന്നുള്ളത് പറയാനാണ് ഭരണഘടന ചരിത്രം ഞാൻ ചെറുതായി സൂചിപ്പിച്ചത്. വളരെ ആലോചിച്ച് സുചിന്തിതമായി ഒരുപാട് വിദഗ്ധന്മാരുടെ, ഒരുപാട് ഇന്ത്യയിലെ ജനങ്ങളുടെ അവരുടെ എല്ലാ വശങ്ങളും പഠിച്ചുകൊണ്ടാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന സങ്കല്പം യാഥാർത്ഥ്യമാവുന്നത്. 1950 ജനുവരി മാസം 26-നാണ് ഇന്ത്യയുടെ ഭരണഘടന ഔദ്യോഗികമായി അംഗീകരിച്ച് പ്രഖ്യാപിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു നിരന്തരമായ ചർച്ചകൾക്ക് ശേഷം ഒരു ഭരണഘടനാ സമിതി ഉണ്ടാക്കി. ഇതിൽ ഇന്ത്യയിലെ വിവിധങ്ങളായ നേതാക്കന്മാര് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ ജനങ്ങൾ തമ്മിലുള്ള ഐക്യത്തിന് വേണ്ടി, അവർ തമ്മിലുള്ള സഹിഷ്ണുതയ്ക്ക് വേണ്ടി, അവരുടെ ഇടയിൽ നീതി നടപ്പിലാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നിരവധി രാഷ്ട്ര നേതാക്കന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യയുടെ ഭരണഘടനാ സമിതി ഉണ്ടാക്കുന്നത്. ആ സമിതിക്ക് നേതൃത്വം കൊടുക്കുന്നത് BR അംബേദ്കർ എന്ന് പറയുന്ന മഹാനായ ഇന്ത്യയുടെ പുത്രനായിരുന്നു. BR അംബേദ്കറാണ് ഇന്ത്യൻ ഭരണഘടന ശില്പി എന്ന് നാം ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു ആലങ്കാരികമായ ഒരു വിളിയല്ല. BR അംബേദ്കർക്ക് ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കുന്നതിൽ അങ്ങേയറ്റത്തെ പങ്കാളിത്തമുണ്ടായിരുന്നു. ഒരിക്കൽ 1949 നവംബർ മാസം 25-ന് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം നടക്കുന്ന സമയത്ത് BR അംബേദ്കർ പറഞ്ഞു, ഞാൻ ഈ ഭരണഘടനാ സമിതിയിൽ അംഗമാകുന്ന സമയത്ത് എന്റെ മനസ്സിലൊരു സങ്കല്പമുണ്ട്. ആ സങ്കല്പം എന്ന് പറയുന്നത്
ഈ രാജ്യം അസമത്വങ്ങളുടെ ഒരു രാജ്യമാണ്. ഈ രാജ്യം അസമത്വങ്ങളുടെ രാജ്യമാണ്. നീതിയുടെ കാര്യത്തിൽ, ജനങ്ങളുടെ രാഷ്ട്രീയമായ, ജനങ്ങളുടെ സാമൂഹ്യമായ ജീവിത സാഹചര്യങ്ങളുടെ കാര്യത്തിൽ അങ്ങേയറ്റം വൈവിധ്യവും അങ്ങേയറ്റം അനീതിയും അസമത്വവുമുണ്ട്. ഈ അസമത്വം ഇല്ലാതാക്കുന്നതിന് വേണ്ടി, പ്രത്യേകിച്ച് ഈ രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗക്കാരുടെ ക്ഷേമം, അവരുടെ ജീവിത നിലവാരവും അവർക്ക് സമത്വവും ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ അങ്ങനെ താല്പര്യത്തോടു കൂടിയാണ് ഈ രാജ്യത്തിന്റെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഞാൻ അംഗമാകുമ്പോൾ എന്റെ മുന്നിലുണ്ടായിരുന്ന പ്രഥമമായ പരിഗണന എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. നമുക്കറിയാം, അദ്ദേഹം പറഞ്ഞു, ജനാധിപത്യം ഒരു ജീവിത രീതിയാണ്. നമ്മൾ ജനാധിപത്യത്തെ കുറിച്ച് പറയാറുണ്ട്, പക്ഷെ ജനാധിപത്യം അതൊരു ജീവിത രീതിയാണ്. ആ ജനാധിപത്യത്തിന്റെ അടിക്കല്ലുകൾ, അതിന്റെ ആശയം എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ അടിക്കല്ലുകൾ എന്ന് പറയുന്നത് അത് സാഹോദര്യമാണ്, അത് സമത്വമാണ്, അത് സ്വാതന്ത്ര്യമാണ്, നീതിയാണ്. നീതിയുള്ള, സാഹോദര്യമുള്ള, സമത്വമുള്ള അങ്ങനെയുള്ള ഒരു സംവിധാനമാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ മഹത്തരമായ അതിന്റെ ആ ഭരണഘടന എഴുതി വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാചകം തന്നെയാണ് ജനാധിപത്യ മതേതര ഇന്ത്യയാണ് എന്നാണ് നമുക്ക് നമ്മുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഞാൻ സൂചിപ്പിച്ചു, ഒരുപാട് ചർച്ചകൾക്ക് ശേഷമാണ് ഒരുപാട് രാജ്യത്തെ ഭരണഘടനകൾ അന്ന് 1950-കളിൽ 1940 മുതൽ 50 വരെയുള്ള കാലഘട്ടങ്ങളിൽ ലോകത്തുള്ള വിവിധ രാജ്യങ്ങളിലൂടെ ഭരണഘടന പഠിച്ച് പരിശോധിച്ച് അവിടെ എങ്ങനെയാണ് മനുഷ്യന്മാരെ ഒന്നിച്ചു കൊണ്ടുപോകാൻ, നീതിപൂർവമായി അവരെ നയിക്കുന്നതിന് വേണ്ടി എങ്ങനെയാണ് അവിടുത്തെ ഭരണഘടനകൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് ഇന്ത്യൻ ഭരണഘടന രൂപകൽപ്പന നൽകുന്നത്. അതിനർത്ഥം ഇന്ന് RSS പറയുന്ന പോലെ ലോകത്തിന്റെ വിവിധ ഭരണഘടനകളെ കോപ്പിയടിച്ചുണ്ടാക്കിയ ഒന്നല്ല, മറിച്ച് എല്ലാ ഭരണഘടനയും പരിശോധിക്കുകയും അതിന് ആത്മാവിനെ തൊട്ടറിയുകയും ചെയ്ത ശേഷം എങ്ങനെയാണ് ആ രാജ്യത്ത് ആ ഭരണഘടന കൊണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് നീതിയും സമാധാനവും സാഹോദര്യവും എങ്ങനെയാണ് സാധ്യമാക്കുക എന്ന് പഠിച്ചതിന് ശേഷമാണ് ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കുന്നത്. അങ്ങനെ തയ്യാറാക്കിയ ഇന്ത്യയുടെ ഭരണഘടന പഠിച്ചതിന് ശേഷം, പക്ഷെ ലോകത്തിലുള്ള ഇന്ന് RSS പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടന കോപ്പിയടിച്ചതെന്നാണ് എന്നാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള, അല്ലെങ്കിൽ അന്ന് ലോകത്തിന് നിലവിലുള്ള വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനകൾ കോപ്പിയടിച്ചുണ്ടാക്കിയ ഒന്നാണ്, അതിന് വലിയ മഹത്വമൊന്നുമില്ല എന്നാണ് RSS പറയുന്നത്. പക്ഷേ ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയുണ്ട്, അത് ലോകത്തെ മറ്റു ഭരണഘടനയ്ക്കില്ലാത്ത ഒന്നാണ്. ആ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് മാർഗനിർദ്ദേശ തത്വങ്ങൾ എന്നൊന്ന് ആമുഖം ആദ്യം എഴുതി വെച്ചിട്ടുണ്ട്. ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ മാർഗനിർദ്ദേശ തത്വങ്ങൾ ഈ ഭരണഘടന രൂപകൽപ്പന ചെയ്തതിന് ഇവിടെ ജനങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കാനും അവന്റെ മൗലികമായ അവകാശങ്ങൾ കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഈ രാജ്യത്ത് നിലനിൽക്കുന്നതിനും ആവശ്യമായ വിവിധ വകുപ്പുകൾ, ആർട്ടിക്കിളുകൾ രേഖപ്പെടുത്തുമ്പോൾ അത് ഏതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ അതിന് മാർഗനിർദ്ദേശ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ ആണ് രൂപകൽപ്പിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയുള്ള മാർഗനിർദ്ദേശ തത്വങ്ങൾ ലോകത്തെ മറ്റൊരു ഭരണഘടനയ്ക്കുന്നില്ല. അപ്പൊ ഇത് മറ്റൊരു കോപ്പി അടിച്ചതല്ല, അത് RSS പറയുന്നതാണ്. RSS താല്പര്യം എന്ന് പറയുന്നത് ഈ രാജ്യത്ത് ഇവിടെ മനുസ്മൃതിയിൽ അധിഷ്ഠിതമായ വർണ്ണവിവേചനത്തിൽ അധിഷ്ഠിതമായ ഒരു ഭരണഘടനയാണ് ഇന്ത്യക്ക് ആവശ്യമെന്നാണ് RSS പറയുന്നത്. മനുസ്മൃതി നമുക്കറിയാം, ജാതി വ്യവസ്ഥ, രാജ്യത്തെ പൗരന്മാര്, രാജ്യത്തെ ഹിന്ദുമതത്തിലാണ് ജാതീയത ഏറ്റവും കൊടികുത്തി വാഴുന്നത്. അവിടെ ജനങ്ങളെ, ഹിന്ദു സമൂഹത്തിൽ ജനങ്ങളെ വ്യത്യസ്തമായ ജാതികളായി നിർത്തിയിരിക്കുന്നു, വ്യത്യസ്തമായ സമൂഹങ്ങളായി അവരെ മാറ്റി തിരിച്ചിരിക്കുന്നു. അവർക്ക് നമുക്കറിയാം ജാതി വ്യവസ്ഥ ഈ രാജ്യത്ത് ഇന്നും നമുക്കറിയാം. കേരളത്തിൽ ജാതി വ്യവസ്ഥക്കെതിരെ പോരാടിയ ഒരുപാട് പരിഷ്കർത്താക്കളായ സാമൂഹ്യ നേതാക്കന്മാരുണ്ടായിരുന്നു. അയ്യങ്കാളിയെ പോലുള്ള ഒരുപാട് കൃഷ്ണാചാര്യങ്ങളായ ആളുകൾ ഈ കേരളത്തിലുണ്ടായിരുന്നു. കേരളത്തിൽ ആ ജാതി വ്യവസ്ഥ ഇല്ലാന്ന് വേണമെങ്കിൽ കുറെ പറയാം. പക്ഷെ ഇന്നും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച്
UP പോലെ സംസ്ഥാനങ്ങളിൽ നിന്നും ജാതിയുടെ അടിസ്ഥാനത്തിൽ ആളുകളിൽ നിന്നും അകറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ സവർണനാണ് അധികാരം, സവർണനാണ് എല്ലാവർക്കും അധികാരം, അത് വേറെ കാര്യം. പക്ഷേ സമൂഹത്തിൽ ജീവിക്കാൻ അവകാശമില്ലാത്ത ഒരു മനുഷ്യൻ എന്ന നിലക്ക് മനുഷ്യത്വത്തിന്റെ അടയാളങ്ങളെ പോലും കാത്തു സൂക്ഷിക്കാൻ കഴിയാത്ത വിധം ജനങ്ങളെ വേർതിരിപ്പിച്ചുകൊണ്ട് അവരെ ഭിന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യവസ്ഥിതിയാണ് ഇന്ന് ഐക്യം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ജാതീയത എന്ന് പറയുന്നത്. അത് മനുസ്മൃതിയുടെ സംഭാവനയാണ്. ആ മനുസ്മൃതിയിൽ അധിഷ്ഠിതമായ ഒരു ഭരണഘടനയാണ് ഇന്ത്യക്ക് ആവശ്യമെന്ന് RSSകാരൻ അവരുടെ ഔദ്യോഗികമായ പത്രമായ അവരുടെ പത്രങ്ങളെ അത് പലപ്പോഴായിട്ട് അത് എഴുതി ഈ സമൂഹത്തിന് മുമ്പാകെ അവരറിയിച്ചതാണ്. ഓഗ്രീസ് എന്ന് പറയുന്ന RSSന്റെ പത്രത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യക്ക് ആവശ്യം അംബേദ്കറുടെ ഭരണഘടനയല്ല, ഇന്ത്യക്ക് ആവശ്യം മനുസ്മൃതി അധിഷ്ഠിതമായ ഒരു ഭരണഘടനയാണ് എന്നാണ്. എന്താണ് അതിനർത്ഥം? ഈ രാജ്യത്തെ നമ്മുടെ ഭരണഘടന നമുക്ക് കൽപ്പിച്ചു തരുന്നത്, നമുക്ക് അവകാശപ്പെടുത്തി തരുന്നത്, ഈ രാജ്യത്തെ ഓരോ പൗരനും അവന്റെ വിശ്വാസപ്രകാരം ജീവിക്കാനുള്ള അവകാശമുണ്ട്. എല്ലാ ആളുകൾക്കും തുല്യമായ രീതിയിലുള്ള അവകാശം ലഭിക്കാനുള്ള അർഹതയുണ്ട്. അതാണ് നമ്മുടെ സമത്വമാണ്, നീതിയാണ് നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും വലിയ മുദ്രാവാക്യം എന്ന് പറയുന്നത്. പക്ഷേ മനുസ്മൃതി എന്ന് പറയുന്നത് അവിടെ സമത്വമില്ല, അവിടെ നീതിയില്ല, അവിടെ ജാതി വ്യവസ്ഥ അധിഷ്ഠിതമായ വർണ്ണവിവേചനമാണുള്ളത്. ആ വിവേചനമാണ് ഇന്ത്യയുടെ ഭരണഘടനയായി മാറേണ്ടത് എന്നാണ് RSSകാരൻ പറയുന്നത്. അതുകൊണ്ടാണ് അവർ ഇന്ന് നമുക്കറിയാം ഭരണഘടനയുടെ 75ാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ത്യൻ പാർലമെന്റിൽ പറയുകയാണ്, ഇവിടെ പലരും അംബേദ്കറെ കുറിച്ച് ഇങ്ങനെ വാചാലമായി പറയുന്നുണ്ട്. ആ അംബേദ്കറുടെ പേര് ഒരു ഫാഷനായി പറയുന്നതിന് പകരം ദൈവത്തിന്റെ നാമം പറഞ്ഞിരുന്നുവെങ്കിൽ അതിന് പ്രതിഫലം കിട്ടുമായിരുന്നു എന്നാണ്. എന്താണ് ആലോചിച്ച് നോക്കൂ, ഇന്ത്യയുടെ 70 റിപ്പബ്ലിക് എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യ രാജ്യത്തിന് പ്രാവർത്തികമാക്കി പ്രഖ്യാപിച്ച നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ചാണ്, ഈ ഭരണം അനുസരിച്ചാണ് ഈ രാജ്യം മുന്നോട്ട് പോവുക എന്ന് പറയുന്ന ആ ഭരണഘടനയുടെ 75ാം വാർഷിക ദിനത്തിൽ രാജ്യത്തിന് അത് പ്രായോഗികമാക്കി പ്രഖ്യാപിച്ചതിന്റെ 75ാം വാർഷികം ആഘോഷിക്കുന്ന നാളിൽ ഇന്ത്യയുടെ പാർലമെന്റിൽ നിന്നുകൊണ്ടാണ് അമിത്ഷാ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി പറയുന്നത്. ഈ എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്ത് അംബേദ്കർ എന്ന്. ആ അംബേദ്കർ എന്ന പദത്തിന് പകരം ദൈവത്തിന്റെ പേരാണ് പറയുന്നതെങ്കിൽ അതിന് പ്രതിഫലം കിട്ടുമായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ രാജ്യത്ത് ഇത് ഈ രാജ്യത്തിന്റെ ഭരണഘടന അവഹേളിക്ക് തുല്യമാണ്, ഒരു സംശയം വേണ്ട. രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പിയെ അവഹേളിക്കുക എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ ഭരണഘടന അവഹേളിക്കുകയാണ്. രാജ്യത്തിന്റെ ഭരണഘടന അവഹേളിക്കുന്ന വളരെ മോശമായ ഒരു പ്രസ്താവന നടത്തിയപ്പോ രാജ്യത്തെ STP അടക്കം രാജ്യത്തെ വിവിധ പാർട്ടികൾ വമ്പിച്ച പ്രതിഷേധമുണ്ടാക്കി, രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങളുണ്ടാക്കി. ആ സമയത്ത് പിന്നീട് അതിന് മലക്കം പറഞ്ഞു അമിത്ഷാ. പറഞ്ഞു വരുന്നത്, ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ പോലും ആ ഭരണഘടന അടിസ്ഥാനത്തിൽ രൂപീകൃതമായ ഒരു പാർലമെന്റിൽ നിന്നുകൊണ്ട് ആ ഭരണഘടനയെ പുച്ഛിക്കുന്ന, അതിന്റെ ശില്പിയെ തള്ളിപ്പറയുന്ന ഒരു ഭരണകൂടമാണ്, ഭരണാധികാരികളാണ് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. 1950 ജനുവരി 26 അംബേദ്കർ ഭരണഘടനയുടെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച സമ്മേളനത്തിൽ വെച്ച് ഇങ്ങനെ പ്രസംഗിച്ചു. ഇന്ന് 1950 ജനുവരി 26 നാം വൈരുദ്ധ്യങ്ങളുടെ ജീവിതത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. രാഷ്ട്രീയത്തിൽ നമുക്ക് സമത്വം ഉണ്ടാകും, സാമൂഹിക സാമ്പത്തിക ജീവിതത്തിൽ അത് ഉണ്ടാവുകയില്ല. രാഷ്ട്രീയത്തിൽ ഒരാൾക്ക് ഒരു വോട്ടിന് മൂല്യമെന്ന തത്വം അംഗീകരിക്കും. എന്നാൽ സാമൂഹിക സാമ്പത്തിക ജീവിതത്തിൽ ഒരാൾക്കൊരു മൂല്യമെന്ന തത്വം നാം നിരാകരിക്കുന്നത് ഇവിടെ തുടർന്നുകൊണ്ടേയിരിക്കും. ഈ വൈരുദ്ധ്യം നാം
പെട്ടെന്ന് പരിഹരിച്ചില്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ ജനാധിപത്യം അപകടത്തിലാകും. അസമത്വം മൂലം നരയിക്കുന്നവർ ഈ സഭ വളരെ പാടുപെട്ടുണ്ടാക്കിയ രാഷ്ട്രീയ ജനാധിപത്യത്തിന്റെ ഘടനയെ തകർക്കുമെന്ന് അംബേദ്കർ അന്ന് അവസാനത്തെ അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ ഭരണഘടന അംഗീകരിച്ചുകൊണ്ടുള്ള രാജ്യത്തിന്റെ ഭരണഘടനയുടെ ഔദ്യോഗികമായ സമ്മേളനത്തിൽ 1950 ജനുവരി 26 അംബേദ്കർ അത് അവിടെ പ്രഖ്യാപിച്ചു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് രാഷ്ട്രീയമായി നമ്മൾ ഇവിടെ നല്ലൊരു ഭരണഘടന നമുക്ക് സമർപ്പിക്കുകയാണ്. പക്ഷേ ജീവിതത്തിന്റെ ഇതൊരു വൈരുദ്ധ്യങ്ങളുടെ ജീവിതത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. രാഷ്ട്രീയത്തിൽ നമുക്ക് സമത്വം ഉണ്ടാവും. എന്താ സമത്വം? എല്ലാവരുടെ വോട്ടിനും തുല്യമാണ്. ഒരാളുടെ വോട്ടിന് അത് നമ്മുടെ ജവഹർലാൽ നെഹ്റു വോട്ട് ചെയ്താലും മോദി വോട്ട് ചെയ്താലും ഇവിടെ ഇരിക്കുന്ന ഏതൊരു രാജ്യത്തെ പോലും വോട്ട് ചെയ്താലും ഒരേ വോട്ടാണ്. അത് രാഷ്ട്രീയമായ ഒരു തുല്യതയാണ്. പക്ഷേ നമ്മുടെ രാജ്യത്ത് ജനങ്ങൾ തമ്മിൽ അസമത്വം വർദ്ധിക്കും, അത് സംശയമില്ല. ഈ ജനങ്ങൾ തമ്മിൽ അസമത്വം അവസാനിപ്പിക്കാൻ നമുക്ക് സാധ്യമായില്ല എങ്കിൽ നമ്മൾ നേടിയ സ്വാതന്ത്ര്യം, നമ്മൾ വളരെ പരിശ്രമിച്ചുണ്ടാക്കിയ ഈ രാജ്യത്തിന്റെ ഉന്നതമായ മൂല്യങ്ങളെ സംരക്ഷിക്കുന്ന നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ ഈ ഭരണഘടനയും അപകടത്തിലാവും. അതുകൊണ്ട് നാം അങ്ങേയറ്റം ശ്രദ്ധാലുക്കളാകണം, ജാഗരൂകരാകണമെന്ന് 1950 BR അംബേദ്കർ ഈ രാജ്യത്തിന്റെ ഭരണഘടനാ സമ്മേളനത്തിൽ വെച്ച് പ്രഖ്യാപിച്ചുവെങ്കിൽ അതിപ്പോഴും അതേപടി തുടരുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അംബേദ്കർക്ക് ദീർഘദൃഷ്ടിയുള്ള മനുഷ്യനാണ്. അദ്ദേഹം അത് പറഞ്ഞത് BR അംബേദ്കർ അന്ന് 1950 ജനുവരി 26 ആ പ്രഖ്യാപനം നടത്തിയത് അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങൾ കൊണ്ടാണ്. ഇവിടത്തെ ജാതി വ്യവസ്ഥതയും മനുസ്മൃതി അധിഷ്ഠിതമായ വർണ്ണവരയും ഈ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ സമത്വമില്ലാത്ത, ഈ രാജ്യങ്ങൾക്കിടയിൽ അസമത്വമുള്ള, ഈ രാജ്യങ്ങളിൽ നീതിയില്ലാത്ത, ഈ രാജ്യങ്ങളിൽ അനീതിയുള്ള ഒരു സാമൂഹിക രാഷ്ട്രീയ ചുറ്റുപാട് ഈ രാജ്യം നിൽക്കുന്നുണ്ടെന്നും അത് അവസാനിപ്പിക്കാതെ, അതിവിടെ സമത്വം പുലരാതെ, നീതി പുലരാതെ നമ്മുടെ ഈ ഭരണഘടന കൊണ്ട് ഒരു ഗുണവും ഉണ്ടാവില്ല. അത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമായിരിക്കുമെന്ന് 1950 75 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ BR അംബേദ്കർ ഭരണഘടനാ സമ്മേളനത്തിൽ വെച്ച് പ്രഖ്യാപന സമ്മേളനത്തിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു. യാഥാർത്ഥ്യം അതല്ലേ? ഇനി എന്താണ് സ്ഥിതി? ഇന്ന് ഒരാൾക്ക് ഇഷ്ടമുള്ള ഒരു ഭക്ഷണം, എനിക്ക് ബീഫ് കഴിക്കണമെന്ന് തീരുമാനിച്ചാൽ അത് നമുക്ക് കഴിക്കാൻ ഇന്നത്തെ രാജ്യത്ത് നമ്മുടെ ഇന്ത്യയിൽ സാധ്യമാവുന്നില്ല. എനിക്ക് എന്റെ പള്ളി അല്ലെങ്കിൽ എന്റെ ക്ഷേത്രം, എന്റേതായ എന്റെ ക്രിസ്ത്യൻ ചർച്ചിൽ, അവിടെ എനിക്ക് ഒരു ചർച്ചിൽ പോയിട്ട് കുർബാന നടത്തണമെന്ന് ഒരു ക്രിസ്ത്യാനിക്ക് തീരുമാനിക്കുന്നുവെങ്കിൽ, ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നടത്താൻ കഴിയാത്ത വിധം നമ്മുടെ രാജ്യത്തെ ക്രിസ്തീയ ചർച്ചുകളിൽ RSSകാരും ഇവിടുത്തെ സംഘികളും കയറി അത് അപകടപ്പെടുത്തുന്ന അവസ്ഥ നമുക്ക് ഈ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നമുക്കത് കാണാൻ കഴിയും. കേരളത്തിന്റെ ചുറ്റുപാടിൽ കുറച്ചൊക്കെ അതിന് സൗകര്യമുണ്ടെങ്കിൽ പോലും നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ ഈ തലശ്ശേരി എന്ന് പറയുമ്പോൾ വളരെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിലെ നിരവധി ക്രിസ്തീയ ആരാധനാലയങ്ങളിൽ അവിടുത്തെ ക്രിസ്തീയ സഹോദരന്മാർക്ക് കുർബാന നടത്താൻ സാധ്യമാകാത്ത സാഹചര്യമുണ്ട് എന്നുള്ളത് തുറന്ന പുസ്തകമാണ്. അതുപോലെ തന്നെ രാജ്യവിധ നമുക്കറിയാം, ഇവിടുത്തെ പള്ളികൾ മുസ്ലിങ്ങൾക്ക് വർഷങ്ങളായി 500 വർഷങ്ങളൊക്കെ 400 അല്ല 500 വർഷമൊക്കെ അവർ ആരാധന നടത്തിയിരുന്ന, അവർ ദൈവത്തിന് മുമ്പിൽ ചെയ്തിരുന്ന പള്ളികളെ പൊളിച്ചുകൊണ്ട് അവർക്ക് ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ദളിതന് അവന്റെ ആചാരപ്രകാരം ജീവിക്കാൻ കഴിയാത്ത പശ്ചാത്തലം ഇന്നും നമ്മുടെ രാജ്യത്തുണ്ട്. സവർണന്റെ മുമ്പിൽ പോയി നിൽക്കാൻ പോലും അവന്റെ മുമ്പിൽ ഭവ്യതയോടുകൂടിയല്ലാതെ, അതിൽ അടിമത്തത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും പ്രകടിപ്പിച്ചുകൊണ്ടല്ലാതെ, വിധേയത്വത്തോടു കൂടിയല്ലാതെ ഇന്നും രാജ്യത്തിന്റെ തെരുവുകളിൽ ഒരു സവർണന്റെ മുമ്പിൽ ഒരു അവർണനായ ദളിതനായ ഒരാൾക്ക് നിൽക്കാൻ പോലും കഴിയില്ല എന്ന സാമൂഹികമായ അസമത്വത്തിന്റെ അങ്ങേയറ്റത്തെ വർണ്ണവെറിയുടെ ഏറ്റവും മോശമായ അവസ്ഥ ഇന്നും ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്നത് തിരിച്ചറിയണം. RSS നേതൃത്വം കൊടുക്കുന്ന ഈ BJP ഗവൺമെന്റ് എന്താണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഈ രാജ്യത്തിന്റെ ഭരണഘടന മാറ്റണമെന്ന് അത് ആവശ്യപ്പെടുന്നു. ഇത് ഒരു വർത്തമാനമല്ല. ഇത് വെറുതെ ഒന്ന് ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ അല്ലെങ്കിൽ നമ്മുടെ റിപ്പബ്ലിക്കിന്റെ 76ാം ദിനത്തിൽ
ഒരു സ്റ്റേജ് കിട്ടി വെറുതെ പറയുന്ന ഒരു 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 വെറും വാക്കല്ല. RSSകാരൻ തുടർച്ചയായി അവരുടെ RSSകാരാൽ ജയിപ്പിക്കപ്പെട്ട അവരുടെ നേതാക്കന്മാരെ BJP MP-മാർ, BJPയുടെ ജനപ്രതിനിധികളായ MLA-മാർ അവർക്ക് കിട്ടുന്ന അവസരങ്ങൾ വേദികളാക്കി മാറ്റി അവർ പറയുകയാണ് ഈ ഭരണഘടന നമുക്ക് ആവശ്യമില്ല, മനുസ്മൃതി അധിഷ്ഠിതമായ ഒരു ഭരണഘടനയാണ് ഞങ്ങൾക്ക് ആവശ്യമെന്ന് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്താണ് ഇതിനർത്ഥം? ഇവിടെ സാമൂഹ്യമായി ജനങ്ങൾ തമ്മിലുള്ള അകൽച്ച കൂട്ടുക, ഇവിടെ ദളിതനും ഇവിടുത്തെ അവർണ്ണനും തമ്മിലുള്ള അകൽച്ച കൂട്ടുക, അവരിലുള്ള നീതിപൂർവമായ വിഭവ വിതരണത്തെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുക. ഈ ഒരു പശ്ചാത്തലമാണ് രാജ്യത്ത് അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരമൊരു ഘട്ടത്തിൽ രാജ്യത്തെ പൗരന്മാർ ഈ അടുത്ത് നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുമ്പ് മാതൃഭൂമിയിൽ ലേഖനമുണ്ടായിരുന്നു. മാതൃഭൂമി ദിനപത്രത്തിൽ വന്ന ലേഖനം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന ICUവിൽ എന്നാണ് പറഞ്ഞത്. അത് പറഞ്ഞ SDPക്കാരനല്ല, ഇവിടുത്തെ ഏതെങ്കിലും ഒരു ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയുടെ ലേഖനവുമായിരുന്നില്ല. നിങ്ങൾ മാതൃഭൂമി പത്രത്തിന്റെ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വന്ന അതിന്റെ ഉൾപ്പേരിന്റെ മുഖപുസ്തകം എഴുതുന്ന പേജിലെ ഒരു ലേഖനമുണ്ട്, ഒന്ന് വായിച്ചു നോക്കണം. ഇന്ത്യൻ ഭരണഘടന ICUവിൽ നിന്നാണ് പറയുന്നത്. എന്താണ് ICUവിന്റെ പ്രത്യേകത? അത് അന്ത്യശ്വാസം വലിക്കുന്ന, അതല്ലെങ്കിൽ അതിന്റെ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഗുരുതരമായ സ്ഥിതിവിശേഷത്തിലാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് ഈ രാജ്യത്തിന്റെ അതിന്റെ സമത്വം നിൽക്കുന്ന, നീതി ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും ഒരേ സ്വരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സ്വസ്ഥതയോടുകൂടി സമത്വത്തോടുകൂടി ജീവിക്കാൻ കഴിയാത്ത ഒരു പശ്ചാത്തലം, ഇവിടെ അസമത്വമാണ് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, പൗരത്വം പോലും ഒരു രാജ്യത്തിന്റെ ഏറ്റവും മഹത്തരമായ ഒരു പൗരന് കിട്ടുന്ന അംഗീകാരമാണ്. ഒരു രാജ്യം ഒരു പൗരന് കൊടുക്കുന്ന അംഗീകാരമാണ്, ബഹുമതിയാണ്, ആദരവാണ് ആ രാജ്യത്തിന്റെ പൗരത്വം എന്ന് പറയുന്നത്. നിങ്ങൾ ഇന്ത്യക്കാരനാണോ, ബ്രിട്ടീഷുകാരനാണോ, നിങ്ങളെ പാകിസ്ഥാനിയാണോ, നിങ്ങൾ അമേരിക്കക്കാരനാണോ, ഏത് രാജ്യക്കാരനാണെങ്കിലും ആ രാജ്യത്തിന്റെ പൗരന് കൊടുക്കുന്ന അംഗീകാരമാണ് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത്. ആ അംഗീകാരം, പൗരത്വം എന്ന അംഗീകാരം, ആ പൗരത്വം പോലും മതത്തിന്റെ അടിസ്ഥാനത്തിൽ നൽകുന്ന ഒരു നിയമനിർമ്മാണത്തിന് മഹത്തായി ഇന്ത്യൻ ഭരണഘടനയുടെ ബലത്തിൽ വന്ന ഇന്ത്യൻ പാർലമെന്റിൽ വെച്ച് നിയമം വഴി പാസാക്കിയെന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ അവസ്ഥ എന്താണ്? നമ്മുടെ ഭരണഘടന പറയാൻ, നമുക്ക് ഭരണഘടന നൽകുന്ന നമ്മുടെ അവകാശം, നമുക്ക് ആ പ്രിവിലേജ് എന്ന് പറയുന്നത് ഇവിടെ സമത്വമാണ്, ഇത് നീതിയാണ്, സാഹോദര്യമാണ്. അതിനെ പൂർണ്ണമായി ഖണ്ഡിച്ചുകൊണ്ട്, മുറിച്ചുകൊണ്ട്, നശിപ്പിച്ചുകൊണ്ട് പറയുകയാണ് ഇവിടെ പൗരത്വം നൽകുന്നത് മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ്. പൗരത്വ ഭേദഗതി ബില്ല് ഈ രാജ്യത്തിന്റെ പാർലമെന്റ് പാസാക്കിയപ്പോൾ പറയുകയാണ് മുസ്ലിങ്ങൾക്ക് പൗരത്വം കൊടുക്കേണ്ടതില്ല എന്നാണ്. മുസ്ലിങ്ങൾ ഒഴികെ. ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തൊരു അന്യായമാണ് ആ പ്രയോഗത്തിലൂടെ നടത്തിയത്. ഒരു രാജ്യം ഈ ഇന്ത്യൻ പാർലമെന്റിലാണ് ആ നിയമം പാസാക്കുന്നത്. ഏതാണ് ആ പാർലമെന്റ്? ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ രൂപീകൃതമായ ഒന്ന്. ഒരാൾ MP ആവണമെങ്കിൽ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ്. തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഭരണഘടനാപരമായ രീതിയിലാണ്. ഇന്ത്യയുടെ പാർലമെന്റ് എന്ന് പറയുന്നത് ഭരണഘടനാപരമായ സ്ഥാപനമാണ്. ആ ഭരണഘടനാപരമായ സ്ഥാപനമാണ് ഭരണഘടനയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി, അതിന്റെ മാർഗനിർദ്ദേശ തത്വങ്ങൾക്ക് എതിരായിക്കൊണ്ട് തീരുമാനമെടുക്കുന്നത്, പൗരത്വം നൽകുന്നത് മുസ്ലിങ്ങൾക്ക് ഒഴികെയുള്ളവർക്കാണ് പൗരത്വം എന്ന് പറയുന്നത്. പൗരത്വ ഭേദഗതി കൊണ്ടുവരുന്ന അങ്ങനെയാണ്. ഏറ്റവും അവസാനമായി നമുക്കറിയാം, വഖഫ് ഭേദഗതി ബിൽ ഈ രാജ്യത്ത് കൊണ്ടുവരികയാണ്. അത് കൊണ്ടുവന്ന് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിട്ടു. ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി കൂടി കൃത്യമായ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ആ കമ്മിറ്റിയിലെ പ്രതിപക്ഷങ്ങളെ അതിന്റെ ചെയർമാനിൽ പുറത്താക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്താണ് അതിന്റെ ഒരു പ്രശ്നം? എന്താണ് വഖഫ് ഭൂമി? നമുക്ക് എല്ലാവർക്കും അറിയാം, അത് ചർച്ച ചെയ്യപ്പെട്ട സംഗതിയാണ്. ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ അത് ചർച്ചയ്ക്ക് വിട്ടിടും നമ്മൾ. എന്താണ് വഖഫ് ഭൂമി എന്ന് പറയുന്നത്? ഈ രാജ്യത്തെ ഒരു മുസ്ലിം അവന്റെ അധ്വാനത്തിന്റെ, അവന്റെ വിയർപ്പ് കൊണ്ട്, അവൻ വിയർപ്പ് പൊടിച്ച് അവൻ പ്രയാസപ്പെട്ട് ഉണ്ടാക്കി അവന്റെ സമ്പത്തിന്റെ ഒരംശം, ഒരു ഭാഗം ഈ രാജ്യത്തെ
അവന്റെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി വിദ്യാഭ്യാസ പ്രവർത്തനത്തിന്, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക്, ഇവിടുത്തെ മതപരമായ അവരുടെ സ്ഥാപനങ്ങൾക്ക് അതിനു വേണ്ടി പ്രത്യേകമായ നിയ്യത്തോടുകൂടി, പ്രത്യേകമായ താല്പര്യത്തോടുകൂടി, പ്രത്യേകമായ ലക്ഷ്യത്തോടുകൂടി അവന്റെ സ്വത്തിന്റെ കുറച്ച് ഭാഗം വഖഫായി മാറ്റിവെക്കുന്നു. ആ വഖഫ് അവന്റെ എന്താണോ താല്പര്യം അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് ട്രസ്റ്റിയോ അല്ലെങ്കിൽ അതിന്റെ വഖഫ് സംവിധാനമോ ഉണ്ടാക്കുന്നു. അത് അവന്റെ താല്പര്യം എന്ന് പറയുന്നത് അവന്റെ മൗലികമായ മതപരമായ അവന്റെ താല്പര്യമാണ്. അതിന് വിരുദ്ധമായി അത് കൈകാര്യം ചെയ്യുന്ന ബോഡികൾ, സെൻട്രൽ വഖഫ് കൗൺസില്, അതുപോലെ തന്നെ രാജ്യത്തെ സ്റ്റേറ്റുകളിലുള്ള വഖഫ് ബോർഡുകൾ, ഇതൊക്കെ ഇന്നത്തെ സാഹചര്യത്തിൽ അത് നയിച്ചു കൊണ്ടുപോകുന്നത് വഖഫ് കൗൺസിലാണെങ്കിലും വഖഫ് ബോർഡുകളാണെങ്കിലും സമുദായത്തിന്റെ വ്യത്യസ്തമായ വിഭാഗങ്ങളിലെ പ്രാതിനിധ്യ സ്വഭാവത്തോടു കൂടി തെരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന ജനപ്രതിനിധികളാണ് ആ വഖഫ് ബോർഡിന്റെയും സെൻട്രൽ വഖഫ് കൗൺസിലിന്റെയും ഭാരവാഹികളായി വരുന്നത്. അങ്ങനെ വരുന്നവർ മുസ്ലിങ്ങളായിക്കൊള്ളണം എന്നതാണ് നിലവിലുള്ള വ്യവസ്ഥ. പക്ഷേ പുതിയ വഖഫ് ഭേദഗതി ബില്ല് പറയുന്നത് അങ്ങനെ മുസ്ലിം ആയിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല എന്നാണ്. എന്താണ് ഇതിനർത്ഥം? രാജ്യത്ത് അസമത്വം, അനീതി, അന്യായം, ഒരു ജനവിഭാഗത്തിന് അവരുടെ മതപരമായ ആവശ്യം നിർവഹിക്കാനുള്ള അവന്റെ മൗലികമായ അവകാശത്തിന് മേലെയാണ് അത് കത്തിവെക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഭരണഘടനയെ പൂർണ്ണമായി ലംഘിച്ചുകൊണ്ടിരിക്കുന്നു. ഒരാൾക്ക് ഇപ്പൊ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ സംസ്ഥാനങ്ങളിൽ, UP അടക്കമുള്ള വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന നിരോധന ബില്ല് പാസ്സാക്കിയിട്ടുണ്ട്. എന്താ ബില്ലിന്റെ ഉദ്ദേശം? ആർക്കും നമ്മുടെ ഭരണഘടന പറയുന്നത് എന്താണ്? നമ്മുടെ ഭരണഘടന പറയുന്നത് ഒരാൾക്ക് ഏത് മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള അവകാശമുണ്ട് എന്നതാണ്. ഒരാൾക്ക് മുസ്ലിം ആകണമോ ആകാം, ഒരാൾക്ക് ഹിന്ദു ആകണമോ ആകാം, സിഖുകാരനാകണമോ ആകാം, ക്രിസ്ത്യാനിയാണോ അങ്ങനെയാകാം. ഏതാണോ അവൻ വിശ്വസിക്കുന്നത് ആ മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം ആ പൗരനുണ്ട് എന്നതാണ് നമ്മുടെ ഭരണഘടന പറയുന്നത്. പക്ഷേ ഇപ്പോ മതപരിവർത്തന നിരോധന ബില്ല് വഴി പറയുന്നത് അങ്ങനെ ഇസ്ലാം മതത്തിലേക്ക് മാറണ്ട, ഒരാൾ ക്രിസ്തു മതത്തിലേക്ക് മാറണ്ട, അങ്ങനെ ഒരാളും മതം മാറ്റം നടത്തേണ്ടതില്ല എന്നാണ് പറയുന്നത്. അതിനർത്ഥം എന്താണ്? നമ്മുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്. വളരെ വൈരുദ്ധ്യം എന്ന് പറയാം. ഒരു ഭരണഘടന നൽകുന്ന അവകാശം, ഒരു ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം, അതേ ഭരണഘടന കൊണ്ട് ഉണ്ടാക്കിയ നിയമനിർമ്മാണ സഭകൾ തന്നെ ആ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി നിയമങ്ങൾ പാസാക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് ഈ രാജ്യത്ത് അപകടകരമായ ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. ഇങ്ങനെ പോയാൽ നാളെ ഈ രാജ്യത്ത് മനുസ്മൃതിയുടെ അടിസ്ഥാനപ്പെടുത്തിയ അല്ലെങ്കിൽ മനുസ്മൃതി തന്നെ ഇന്ത്യയുടെ ഭരണഘടനയായി മാറുന്ന വളരെ കിരാതമായ അവസ്ഥയിലേക്ക് രാജ്യം കൂപ്പുകുത്തുകയാണ്. ഇവിടെ ചിലരൊക്കെ ധരിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ മാറ്റിയാലും അത് മുസ്ലിങ്ങൾക്ക് കുഴപ്പമുണ്ടാവുള്ളൂ, അങ്ങനെ ചിലർക്ക് ധരിക്കുന്നുണ്ട്. പക്ഷേ ഈ രാജ്യത്തെ ഭൂരിപക്ഷ പൗരസമൂഹം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല, മുസ്ലിങ്ങൾ ഉൾക്കൊള്ളുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല, അവർ ന്യൂനപക്ഷമാണ്. പക്ഷേ രാജ്യത്തെ ഭൂരിപക്ഷ സമൂഹം എന്ന് പറയുന്നത് ഇവിടുത്തെ പിന്നോക്ക ജനവിഭാഗങ്ങളാണ്. അതിൽ ദളിത് ജനവിഭാഗമുണ്ട്, ഈഴവരുണ്ട്. ആ ഈഴവർക്കും ഈ ദളിത് സമൂഹത്തിനുമൊക്കെ അവർക്ക് അവരുടേതായ അവകാശങ്ങൾ നിറവേറ്റപ്പെടാൻ കഴിയാത്ത രീതിയിലേക്ക് രാജ്യം സവർണ ചിന്താഗതിയിൽ അധിഷ്ഠിതമായ ഒരു സംവിധാനത്തിലേക്ക് പോവുകയാണ്. ഇന്ന് പലർക്കും ഇന്ന് RSSകാരന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നവർ, RSSകാരന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറാവുന്ന ഈഴവ സുഹൃത്തുക്കൾ, ദളിതർ അറിയാതെ RSSന്റെ അവരുടെ തെറ്റായ പ്രകടനങ്ങൾ കുടുങ്ങി അവർക്ക് വേണ്ടി തെറ്റായ രീതിയിൽ ജീവത്യാഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നാളെ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന ഇന്ത്യയിൽ ഈ മനുസ്മൃതിയായി വരുന്ന പക്ഷം, അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇവിടുത്തെ ദളിതർക്ക്, ഇവിടുത്തെ ഈഴവർക്ക്, ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്ക്, ഇവിടുത്തെ ബുദ്ധമതർക്ക്, ഇവിടുത്തെ ജൈനമതക്കാർക്ക്, ഇവിടുത്തെ ക്രിസ്ത്യാനിക്ക്, ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് ഇവിടെ പൗരത്വം ഉണ്ടാകില്ല എന്ന
ഇവിടുത്തെ എല്ലാ മനുഷ്യർക്കും ഉള്ളതുപോലെ വോട്ടവകാശമില്ലാത്ത ഈ രാജ്യത്ത് അവകാശങ്ങളില്ലാത്ത യാതൊരുവിധ അവകാശങ്ങളും ചോദിച്ചു വാങ്ങാൻ അർഹതയില്ലാത്ത കേവലം അടിമകൾ മാത്രമായി അവകാശങ്ങളൊന്നുമില്ലാത്ത ജീവിക്കാൻ മാത്രം ആഗ്രഹിക്കുന്ന ഒരു സമൂഹമായി ഇവരൊക്കെ തരം താഴ്ന്നു പോകുമെന്ന അവസ്ഥ ഈ രാജ്യത്തെ ദളിതരും ഈഴവരും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ജൈനമതക്കാരനും ബുദ്ധമതക്കാരനും ഇവിടുത്തെ സിഖുകാരനും തിരിച്ചറിയണമെന്നാണ് SDPI പറയുന്നത്. അല്ലെങ്കിൽ നാളെ മനുസ്മൃതിയായിരിക്കും രാജ്യത്തിന്റെ നിയമം സംരക്ഷിക്കുന്നത്. ഇവിടെ നമ്മുടെ രാജ്യത്ത് ഈ സ്ഥിതിവിശേഷത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായില്ലെങ്കിൽ നമ്മൾ വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. ബി.ആർ. അംബേദ്കറെ നാം സ്മരിക്കുക വഴി നാം ഇന്ത്യൻ ഭരണഘടനയാണ് സ്മരിക്കുന്നത്. ബി.ആർ. അംബേദ്കറെ നാം ഓർമ്മിക്കുക വഴി ഇന്ത്യൻ ഭരണഘടനയാണ് നാം ഓർമ്മിക്കുന്നത്. ഇന്ത്യൻ ഭരണ ഓർമ്മിക്കുന്നു പറഞ്ഞാൽ ഈ രാജ്യത്ത് സമത്വവും നീതിയും അതുപോലെ തന്നെ സഹിഷ്ണുതയും സാഹോദര്യവുമാണ് നാം കാക്ഷിക്കുന്നത്, മറ്റൊന്നുമല്ല. ഇന്നെന്താ സ്ഥിതി? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്ത്യയുടെ സ്ഥിതി എന്താണ്? നിങ്ങൾ തലശ്ശേരിയിൽ നിന്ന് ഡൽഹിയിലേക്ക് ഇവിടുത്തെ മംഗള എക്സ്പ്രസിൽ യാത്ര ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തിരിക്കുന്ന യാത്രക്കാരൻ നിങ്ങൾ ഡൽഹിയിൽ എത്തുന്നതിന് മുമ്പ് അവന്റെ അരയിൽ സൂക്ഷിച്ച കത്തി കൊണ്ട് എപ്പോഴാണ് എന്നെ കുത്തുക എന്ന ഒരു ഭയത്തോടു കൂടിയല്ലാതെ ഒരു പൗരന് സുരക്ഷിതമായി ഇന്ത്യയുടെ റെയിൽവേയിൽ അല്ലെങ്കിൽ ഈ ഒരു യാത്രാ സംവിധാനത്തിൽ യാത്ര ചെയ്യാൻ പോലും കഴിയാത്ത വിധം അങ്ങേയറ്റത്തെ അസഹിഷ്ണുതയും അങ്ങേയറ്റത്തെ അസ്വാരസ്യവും പരസ്പരമായ വിദ്വേഷവും പരസ്പരമായ സംശയവും ഈ രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നു. തൊട്ടടുത്തിരിക്കുന്ന യാത്രക്കാരൻ അവന്റെ വിശ്വാസമനുസരിച്ച് ഇരിക്കുന്ന സീറ്റിലിരുന്നു കൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ചാൽ, അവൻ മുസ്ലിമാണെങ്കിൽ ഇസ്ലാമിക ആചാര വിശ്വാസപ്രകാരം അവനെ നമസ്കാരത്തിന് സമയമാന സമയത്ത് ട്രെയിനിന്റെ സീറ്റിൽ ഇരുന്നുകൊണ്ട് മറ്റാരെയും ശല്യപ്പെടുത്താതെ മറ്റാർക്കും ഉപദ്രവമുണ്ടാക്കാതെ ആ സീറ്റിലിരുന്നു കൊണ്ട് ഒരാൾ പ്രാർത്ഥന നടത്തുമെങ്കിൽ അതിനുപോലും ഇന്ത്യൻ റെയിൽവേയിൽ മറ്റുള്ള സഹയാത്രക്കാർ സമ്മതിക്കുന്നില്ല എന്നുള്ളത് ഇന്ന് നമ്മൾ കാണുന്ന പത്രകോളങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ നമുക്ക് വളരെ വ്യക്തമായി കിട്ടുന്ന വിവരങ്ങളാണ്. എങ്ങനെയാണ് തൊട്ടടുത്തുള്ളവരെ വിശ്വസിക്കുക? അത്രത്തോളം നമ്മുടെ മനസ്സുകളെ വെറുപ്പിക്കുന്ന രീതിയിൽ, അങ്ങേയറ്റം വെറുപ്പുണ്ടാക്കുന്ന രീതിയിൽ നമ്മുടെ രാജ്യത്തിന്റെ പല സംവിധാനങ്ങളും വെറുപ്പുൽപാദിക്കുന്ന ഫാക്ടറികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തതിനെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത വിധം നമുക്കറിയാം. ഈ രാജ്യത്ത് പൗരത്വ ഭേദഗതി ബില്ല് കൊണ്ടുവന്ന സമയത്ത് ഇവിടുത്തെ പല വീടുകൾ ചൂണ്ടിക്കാണിച്ച് ഇതൊക്കെ ഇവിടുത്തെ മുസ്ലിങ്ങൾ ഇവിടുന്ന് വിട്ടുപെറുക്കി പോകുമ്പോ, അല്ലെങ്കിൽ വിറ്റുപെറുക്കിയല്ല, ഇതൊക്കെ ഇട്ടേച്ച് പോകുമ്പോ ഈ വീടുകളൊക്കെ നമുക്ക് അധിവസിക്കാനുള്ളതാണ് എന്ന് ഇവിടുത്തെ നിഷ്കളങ്കരായ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിച്ച ഒരുപാട് പ്രസ്താവനകൾ നമ്മൾ കേട്ടതാണ്. ഇവിടുത്തെ മുസ്ലിങ്ങൾ അവർക്ക് ജീവിക്കാൻ അർഹതയില്ലാത്തവരാണ്, ക്രിസ്ത്യാനികൾ ജീവിക്കാൻ അർഹതയില്ലാത്തവരാണ് എന്ന രീതിയിൽ ഇവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ മതപരമായ സ്പർദ്ധ വളർത്തുന്നതിൽ മതപരമായ സ്പർദ്ധ ഊതിവീർപ്പിച്ച് അത് വളരെ 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 സ്ഫോടാത്മകമായ ഒരു വിദ്വേഷ ബോംബാക്കി മാറ്റുന്നതിൽ RSS നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം നമുക്ക് കാണാതെ പോകാൻ പറ്റില്ല. തൊട്ടടുത്തിരിക്കുന്നവനെ വിശ്വസിക്കാൻ പറ്റാത്ത വിധം ഞാൻ സുഖമായി ഉറങ്ങിയാൽ എന്തായിരിക്കും ഇവൻ ചെയ്യുക എന്ന് പോലും ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനസ്സുകൾ സംഘർഷഭരിതമായ, പരസ്പരം അംഗീകരിക്കാൻ കഴിയാത്ത, പരസ്പരം ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ജീവിത സാമൂഹിക വ്യവസ്ഥിതി ഈ രാജ്യത്ത് RSSകാർ കള്ളപ്രചാരം നടത്തി, തെറ്റായ പ്രചാരണം നടത്തിക്കൊണ്ട് അവർ ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊന്ന് മനസ്സിലാക്കണം, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നൂറ്റാണ്ടുകളിൽ ഈ രാജ്യത്തിന്റെ മേൽ നമുക്ക് അടിമത്തം കൽപ്പിച്ച് ഈ രാജ്യത്തും ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരെ ഇന്ത്യ രാജ്യത്ത് കെട്ടുകെട്ടിക്കാൻ ഒരു RSSകാരനും ഒരു വേർപ്പെടുത്തുകയോ രക്തം ശരീരയോ അവർക്ക് ജയിലിൽ അടക്കപ്പെടുകയോ ചെയ്യേണ്ടി വന്നിട്ടില്ല. നിസ്സഹകരണ പ്രസ്ഥാനം നടക്കുന്ന സമയത്ത് രാജ്യത്തിന്റെ കോളേജുകളിൽ നിന്ന്, സ്കൂളുകളിൽ നിന്ന്, ഇവിടുത്തെ വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ആ ആഹ്വാനമനുസരിച്ച് ഇവിടുത്തെ ജനവിഭാഗം അവിടുന്ന് ഇറങ്ങി വന്ന് തെരുവിൽ പ്രക്ഷോഭത്തിന്റെ വലിയ വലിയ സമരങ്ങൾ നയിച്ച സമയത്ത്
ഈ രാജ്യത്തിന്റെ കോടതിയിൽ നിന്ന് ബാരിസ്റ്റർമാർ അല്ലെങ്കിൽ അന്നത്തെ അഡ്വക്കേറ്റുമാർ ആ പദവി ഉപേക്ഷിച്ച് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ പങ്കാളികളായ സമയത്ത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തെരുവുകളിൽ പ്രക്ഷോഭം നയിച്ചവർ, ജയിലടക്കപ്പെട്ടവർ, ബ്രിട്ടീഷുകാരുടെ തോക്കിനിരയായവർ, അങ്ങനെയുള്ള വിവിധ സമൂഹങ്ങൾ രാജ്യത്തിന് വേണ്ടി അങ്ങേയറ്റം പോരാടി അവര് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിയപ്പോ ആ സമയത്ത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു ചെറുവിരൽ പോലും അനക്കാതെ ബ്രിട്ടീഷുകാരുടെ ചെരുപ്പുനക്കികളായി, ബ്രിട്ടീഷുകാരുടെ താല്പര്യങ്ങൾക്കനുസൃതമായി അവരുടെ കൂടെ നിന്ന RSSകാരന് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ പ്രവർത്തനവും നടത്താത്ത അവരാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് അത് സ്വാതന്ത്ര്യം കിട്ടി അതിന് 75 വർഷം കഴിഞ്ഞ് ഒരുപാട് മുന്നോട്ട് പോകുന്ന ഈ ഘട്ടത്തിൽ ഇവിടെ ഞങ്ങൾക്കല്ലാതെ RSSകാരനല്ലാതെ മനുസ്മൃതി അധിഷ്ഠിതമായ സവർണ ഭരണ സംവിധാനം നടപ്പിലാക്കുന്ന ഒരു രാജ്യത്ത് മറ്റുള്ളവർക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന വിരോധാഭാസമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്ന് നമ്മളൊക്കെ കോടതി വിട്ടിറങ്ങിയപ്പോ വിദേശത്ത് പോയി പഠനം നടത്തിയവർ ഇന്ന് ഇന്ത്യയുടെ ഭരണകർത്താക്കളാണ്, അല്ലെങ്കിൽ അവരുടെ മക്കൾ ഇന്ത്യയുടെ ഭരണകർത്താക്കളാണ്. അന്ന് രാജ്യത്തിന്റെ തെരുവീതികളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തവർ പിന്നീട് പിൽക്കാലത്ത് രാജ്യത്തിന്റെ പോലീസുകാർ, അന്നത്തെ ബ്രിട്ടീഷുകാരുടെ പോലീസിന്റെ വർധനമേറ്റ് അവര് കരള് നഷ്ടപ്പെട്ടവർ, അവരുടെ ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ കുരച്ചും തുപ്പിയും നമ്മുടെ തെരുവീതികളിൽ അവർ പ്രയാസപ്പെട്ട് ജീവിച്ചു പോന്നുവെങ്കിൽ അവരുടെ അന്ന് ഈ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത RSSകാരിൽ ഇന്ന് ഈ രാജ്യത്തിന്റെ ഭരണകർത്താക്കളായി അമ്പരചുംബികളായ മണിമന്ദിരങ്ങളിൽ അധിവസിച്ച് നമുക്കെതിരിൽ അവരിപ്പി പുറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെയാണ് നാം തിരിച്ചറിയേണ്ടത്. നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നിലനിൽക്കേണ്ടതുണ്ട്, നമ്മുടെ സാഹിത്യത്തിന്റെ ഭരണഘടന നിലനിൽക്കേണ്ടതുണ്ട്. അത് നിലനിന്നെങ്കിൽ മാത്രമേ നമുക്കിടയിൽ ഐക്യമുണ്ടാവൂ, അത് നിലനിന്നെങ്കിൽ മാത്രമേ നമ്മുടെ സാഹോദര്യം ഉണ്ടാവൂ, അത് നിലനിന്നെങ്കിൽ മാത്രമേ നമുക്കിടയിൽ സഹിഷ്ണുത ഉണ്ടാവൂ. നമ്മൾ പരസ്പരം തല്ലിപ്പിരിയേണ്ടവരല്ല. ഈ രാജ്യത്ത് ഹിന്ദു മുസൽമാനും തല്ലിപ്പിരിയേണ്ടവരല്ല. നമുക്കറിയാൻ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളൊരു ചായക്കടയിൽ കയറിയാൽ ഹിന്ദു കുടിക്കുന്ന ചായയുടെ പകുതി മുസൽമാൻ കുടിക്കും, തിരിച്ചുമുണ്ടാവും. പക്ഷെ അതുപോലും ഇന്ന് സംഭവിക്കാത്ത വിധം മനസ്സുകൾ അകറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് വളരെ തെറ്റായ പ്രചരണങ്ങൾ, വളരെ ബീഭത്സമായ കഥകൾ മുസ്ലിങ്ങൾക്കെതിരെ, ക്രിസ്ത്യാനികൾക്കെതിരെ പടച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു സ്ഥാപനമുണ്ട് മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ. ആ സ്ഥാപനത്തിലേക്ക് ഒരു അഡ്മിഷന് വേണ്ടി ഗുജറാത്തിൽ നിന്ന് ഒരു വിളി വന്നു. ഞാൻ പറഞ്ഞു, ഗുജറാത്തിൽ നിന്ന് വിളിച്ചപ്പോ സന്തോഷപൂർവ്വം ഹിന്ദിയിൽ കുറെ സംസാരിച്ചു. 7 പേര് ഗുജറാത്തിൽ വരുന്നുണ്ട്, ആയിക്കോട്ടെ നമുക്ക് അഡ്മിഷൻ കൊടുക്കാം, തടസ്സമില്ല. ഞാൻ അത് ചെയർമാനായ സ്ഥാപനമാണ്, വിഷയത്തിലേക്ക് പോകുന്നില്ല, ഒറ്റ പ്രയോഗത്തിന് ഞാൻ പറയുന്നത്. അവസാനം അദ്ദേഹം ആ വിളിച്ചാൾ പറഞ്ഞു, നിങ്ങൾ അത് വിളിച്ചതിന് ശേഷം ഒരു 15ഓളം കോളുകൾ 2 മാസം കൊണ്ട് പരസ്പരം നടത്തി അവസാനം ഒരു അഡ്മിഷൻ എടുക്കാൻ തീരുമാനിച്ചു. തീരുമാന സമയത്ത് എന്നോട് ആള് പറഞ്ഞു, അയാള് 7 സ്ത്രീകളാണ് വരുന്നത്. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ വന്നോളൂ, സന്തോഷം. സ്റ്റേഷൻ കൊടുക്കാൻ പ്രശ്നമില്ല. ഇവിടേക്ക് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങൾ ആളുകൾ താമസിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പൊ അവസാനം ആള് പറഞ്ഞു, ഞങ്ങൾ അവിടെ ഇവർ വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ RSSന്റെ പ്രമുഖ അവിടെ വന്ന് ഞങ്ങളുടെ സ്ഥാപനം വന്ന് പരിശോധന നടത്തും. അപ്പോഴാണ് മനസ്സിലാകുന്നത് RSSന്റെ ആളുകളാണ് പഠിക്കാൻ വരുന്നത്. ഞാൻ ആയിക്കോട്ടെ, കുഴപ്പമെന്താ, നിങ്ങൾക്ക് വരാം. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്താ അങ്ങനെ ഒരു ആശങ്ക? അദ്ദേഹം പറഞ്ഞു, എനിക്കറിയാം, കേരളം എന്ന് പറയുന്നത് സഹിഷ്ണുത നാടാണ്, എനിക്കറിയാം. മലപ്പുറം എന്ന് പറയുന്നത് അങ്ങേയറ്റം സഹിഷ്ണുത നാട്, അതും എനിക്കറിയാം. പക്ഷേ ഞങ്ങളുടെ സർക്കിളിൽ, ആള് പറയാണ്, ഞങ്ങളുടെ സർക്കിൾ എന്ന് പറഞ്ഞാൽ RSSകാരുടെ സർക്കിളിൽ മലപ്പുറം ജില്ല എന്ന് പറയുന്നത് മനുഷ്യൻ പച്ചക്ക് തിന്നുന്ന ഒരു ജില്ലയായി, ഒരു പ്രദേശമായി ഞങ്ങളുടെ സർക്കിളിൽ ഞങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് എന്ന കഥ എന്താ എന്ന വസ്തുത എനിക്കറിയാം. പക്ഷേ വസ്തുത എനിക്കറിയാം, അതൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ ഞങ്ങളുടെ സർക്കിളിൽ അങ്ങനെയാണ് മലപ്പുറം ജില്ലയെ കുറിച്ചുള്ള പ്രചാരണം എന്ന് അദ്ദേഹം പറയാണ്. മനുഷ്യനായ നമ്മളൊക്കെ ചില മുമ്പൊക്കെ പത്രമായി വന്നിരുന്നു, ഈദി അമീൻ അവിടെ മനുഷ്യനെ പച്ചക്ക് തിന്നിരുന്നു എന്നതുപോലെ കള്ളപ്രചാരണം. മലപ്പുറം ജില്ലയിലെ ജനങ്ങൾ ഹിന്ദുക്കളെ പച്ചക്ക് തിന്നുന്നവരാണ് എന്ന കള്ളപ്രചാരണം
RSSന്റെ വേദികളിൽ അവരുടെ ക്ലാസുകളിൽ അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണത്? ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും നല്ല സഹിഷ്ണുതയുള്ള ഒരു ജനവിഭാഗമുണ്ടെങ്കിൽ അത് മലപ്പുറം മാത്രമാണ്. ഞാൻ തലശ്ശേരിയെ കുറിച്ച് ചെറുതാക്കി കാണിക്കുകയല്ല. മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു ജില്ലയിൽ അവിടെ ഇന്നേ ഒരു ജനങ്ങൾ തമ്മിൽ പരസ്പരം കലഹിക്കുന്ന അങ്ങേയറ്റത്തെ അസഹിഷ്ണുതയുള്ള ഒരു സംഭവം കൃത്യമായി ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. എന്നേ ഉള്ളൂ RSSകാരുണ്ടാക്കുന്ന കള്ളപ്രചാരങ്ങൾ മാത്രമേ അതിന് വഴിയിരിക്കുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ കാര്യത്തിലേ ഉള്ളൂ. ജനമനസ്സുകളിൽ ഒരു സമുദായത്തെക്കുറിച്ച്, ഒരു ജനവിഭാഗത്തെക്കുറിച്ച് അങ്ങേയറ്റത്തെ കള്ളപ്രചാരണം, സത്യത്തിന്റെ ഒരംശത്തിന് പോലും സാധ്യതയില്ലാത്ത, 0.01% പോലും സത്യമില്ലാത്ത കള്ളക്കഥകളെ പ്രചരിപ്പിച്ചുകൊണ്ട് സമൂഹത്തിലെ ജനങ്ങളെ തമ്മിൽ പരസ്പരം അകറ്റാൻ വേണ്ടി വിദ്വേഷ പ്രചാരണം നടത്തി വെറുപ്പിന്റെ ഫാക്ടറികളായി മാറി രാജ്യ ജനങ്ങൾ തമ്മിൽ തല്ലിക്കുകയാണ്. ഇതിനെതിരെയാണ് നാം രംഗത്തിറങ്ങേണ്ടത്. ഇത് ജനങ്ങളോട് വിളിച്ചു പറയാൻ നമ്മൾ പരസ്പരം കലഹിക്കേണ്ടവരല്ല, സ്നേഹിക്കേണ്ടവരാണ്. കൊണ്ടും കൊടുത്തും ജീവിക്കേണ്ടവരാണ്. അതിനുള്ള തയ്യാറെടുപ്പാണ് മാനസികമായി നാം ചെയ്യേണ്ടത്. നമ്മുടെ ഭരണഘടന സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അത് നമുക്ക് നമ്മുടെ ഇന്ത്യ രാജ്യം നിലനിൽക്കുന്ന കാലത്തോളം, അത് ലോകാവസാനം എന്നുണ്ടെങ്കിൽ ആ ലോകാവസാനം വരെ ഈ രാജ്യത്തെ ജനങ്ങൾ തമ്മിൽ സ്നേഹത്തോടെ, ഐക്യത്തോടെ, രമ്യതയോടെ പരസ്പരം വിശ്വസിച്ച്, പരസ്പരം ആശ്വസിച്ച്, പരസ്പരം അംഗീകരിച്ച്, പരസ്പരം ബഹുമാനിച്ച് ജീവിക്കേണ്ട സാഹചര്യമാണ് ഉണ്ടാകേണ്ടത്. അതിനുണ്ടാകണമെങ്കിൽ ഈ ഭരണഘടന നിലനിൽക്കണം. പക്ഷെ നമ്മുടെ സംസ്ഥാനത്തിൽ പലപ്പോഴും നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ചില നേതാക്കന്മാരൊക്കെ വളരെ തെറ്റായ രീതിയിലാണ് കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നത്. ഇന്നലെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPI സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് ഒരു പൊതുസമ്മേളനത്തിൽ പറയാണ്. അദ്ദേഹം പറയാണ്, വയനാട് അസംബ്ലി മണ്ഡലത്തിൽ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ 7 അസംബ്ലി മണ്ഡലങ്ങളുണ്ട്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും ആ പ്രസംഗം. 7 അസംബ്ലി മണ്ഡലത്തിൽ 3 മലപ്പുറം ജില്ലയിലാണ്, 1 കോഴിക്കോട് ജില്ലയിലാണ്. അവിടങ്ങളിലൊക്കെ മുസ്ലിങ്ങളാണ് ഭൂരിപക്ഷം. ആ മുസ്ലിങ്ങൾ വോട്ട് ചെയ്തിട്ടാണ്, SDPക്കാരൊക്കെ വോട്ട് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ വോട്ടുകൾ കൂടി കൊണ്ടാണ്, 10,000-കണക്കിന് വോട്ടുകൾ SDPക്കാർക്കുണ്ട്. അവരൊക്കെ വോട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും അതിനുശേഷം പ്രിയങ്ക ഗാന്ധിയും ജയിച്ചു വന്നിട്ടുള്ളത്. രാഹുലും പ്രിയങ്കയും ഒക്കെ മുസ്ലിങ്ങളെ വോട്ട് കൊണ്ടാണ് ജയിച്ചിട്ടുള്ളത്, SDPക്കാരുടെ വോട്ട് കൊണ്ടാണ് ജയിച്ചിട്ടുള്ളത്. അത് പറയുന്നത് കൊണ്ട് നിങ്ങളാരും തുള്ളണ്ട എന്നാണ് ഗോവിന്ദൻ മാഷ് പറയുന്നത്. എന്താണ് ഇതിനർത്ഥം? ആരാ ഗോവിന്ദൻ മാഷ്? ഗോവിന്ദൻ മാഷ് CPIM കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ സംസ്ഥാന സെക്രട്ടറി. ഏതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്? അവിടെ നിന്ന ഭാഷയിൽ ഇന്ത്യയിലെ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ കൃത്യമായ നിലപാടെടുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് CPIM. മതേതര പാർട്ടിയാണ്, ജനാധിപത്യ പാർട്ടിയാണ്. മതേതര ജനാധിപത്യ പാർട്ടിയുടെ അപ്പോസ്തലന്മാർ എന്ന് സ്വയം വിശേഷിപ്പിക്കുകയും മറ്റുള്ളവർക്കൊക്കെ എല്ലാ സർട്ടിഫിക്കറ്റും കൊടുക്കുന്നത്, വർഗീയത സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ജനാധിപത്യ സർട്ടിഫിക്കറ്റ്, എല്ലാ സർട്ടിഫിക്കറ്റും കൊടുക്കുന്ന സർട്ടിഫിക്കേഷൻ അതോറിറ്റിയാണ് CPIM. അദ്ദേഹത്തിന്റെ സംസ്ഥാന സെക്രട്ടറി പറയാണ്, 7 അസംബ്ലി മണ്ഡലങ്ങളിൽ 3 മണ്ഡലങ്ങൾ മലപ്പുറം ജില്ലയിലാണ്. എന്താ മലപ്പുറം ജില്ലയിലെ 3 മണ്ഡലങ്ങളാൽ കുഴപ്പം? മലപ്പുറം ജില്ലയിലെ അവിടെ അസംബ്ലി മണ്ഡലങ്ങൾ എന്താ കുഴപ്പം? അവിടെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാണ്. മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാവുന്നത് ഒരു രാജ്യത്ത് തെറ്റാണോ? ഒരു അസംബ്ലി മണ്ഡലത്തിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായി പോകുന്നു എന്നുള്ളത് ഒരു തെറ്റാണോ? എന്താണ് മാഷേ ഈ പറയുന്നത്? വലിയൊരു കാര്യമായിട്ട് പറയാണ് മാഷ്. 7 അസംബ്ലി മണ്ഡലത്തിൽ 3 മലപ്പുറം ജില്ലയിലാണ്. അവിടെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാണ്. മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായാൽ ഈ രാജ്യം എന്താ കുഴപ്പം? മലപ്പുറം ജില്ല എന്ത് കുഴപ്പമാണ്? ഗോവിന്ദൻ മാഷ്
മാഷ് കണ്ടെത്തിയെന്ന് പറയണം. എന്താ മുസ്ലിങ്ങൾക്ക് ഒരു അസംബ്ലി മണ്ഡലത്തിൽ ഭൂരിപക്ഷമായി പോയാൽ സംഭവിക്കുക? ഇവിടെ എന്ത് കമ്മ്യൂണിസമാണ് നിങ്ങൾ ഈ പഠിച്ചിട്ടുള്ളത്? ഗോവിന്ദ മാഷ് വലിയ താത്വിക ആചാര്യനാണ്, മാർക്സ് പാർട്ടിയുടെ ബുദ്ധിജീവിയാണ് എന്തൊക്കെ പറയാറ്. എന്ത് താത്വികമായ വിശകലനമാണ് ഈ സമൂഹത്തിനുള്ള സന്ദേശം? ഒരു മണ്ഡലത്തിൽ മുസ്ലിം ഭൂരിപക്ഷമായി എന്നുള്ളത് ഒരു തെറ്റാണോ? അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നത് അപരാധമാണോ? ഇത് RSSകാരൻ നേരത്തെ പറഞ്ഞു പഠിക്കുന്ന ഭാഷയാണ്. പക്ഷേ ഗോവിന്ദ മാഷ് ഇത് RSSകാരൻ വരുന്ന ഭാഷയാണ്. അവരാ പറയുന്നത് ഇവിടെ ഇനി ഞങ്ങൾക്ക് മാത്രം വോട്ടവകാശം മതി, ഇവിടെ വോട്ടവകാശമൊന്നും ഇല്ലാത്ത സമൂഹമായിട്ടാണ് ഇവിടെ മുസ്ലിം മാറേണ്ടത്, ക്രിസ്ത്യാനികൾ മാറേണ്ടത്, സിഖുകാരുമാണെന്ന് പറയുന്നത് RSSകാരുടെ ഭാഷയാണ്. ആ ഭാഷയാണ് മതേതര പാർട്ടിയായ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. അത് മുസ്ലിങ്ങൾ ഭൂരിപക്ഷം പ്രദേശത്താണ് ഓല് വോട്ട് ചെയ്തിട്ടാണ് പിന്നെ പ്രിയങ്ക ഗാന്ധി ജയിക്കുന്നത്. എന്താ പ്രിയങ്ക ഗാന്ധിക്ക് ജയിക്കാൻ പാടില്ലേ? പ്രിയങ്ക ഗാന്ധിക്ക് ജയിക്കാൻ പാടില്ലേ? മുസ്ലിങ്ങൾക്ക് വോട്ടവകാശം ചെയ്യാൻ പാടില്ലേ? ഉപയോഗപ്പെടുത്താൻ പാടില്ലേ? എന്താ മാഷ് ഇങ്ങനെയൊക്കെ പറഞ്ഞാല് നിങ്ങൾ എന്ത് ഭരണഘടന അടിസ്ഥാനപ്പെടുത്തിയ പരാമർശം നടത്തുന്നത്? SDPക്കാരൻ ഈ രാജ്യത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷൻ ഈ രാജ്യത്തിന്റെ ഭരണം അനുസരിച്ച് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. ആ ഇലക്ഷൻ കമ്മീഷൻ രജിസ്റ്റർ ചെയ്ത് അതിന്റെ നിയമമനുസരിച്ച് ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ച അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന സകലമായ നിയമങ്ങളും അനുസരിച്ച് അത് രജിസ്റ്റർ ചെയ്ത ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ഇവിടുത്തെ നിരവധി സംസ്ഥാനങ്ങളിൽ SDPക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പ്രാതിനിധ്യമുണ്ട്. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകത്തിൽ, അവിടുത്തെ ഈ രാജ്യത്ത് ഈ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മെട്രോപൊളിറ്റൻ സിറ്റിയായി മാറിയ ബാംഗ്ലൂരില് അവിടുത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ SDPയുടെ പാനലിൽ മത്സരിച്ച് അതിന് ചിന്തയിൽ മത്സരിച്ച് വിജയിച്ച വ്യക്തിയാണ് അവിടുത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്നത്. ഈ അടുത്തിടെ ഉടുപ്പിയിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ 7 സീറ്റ് കിട്ടി, 12 സീറ്റ് കിട്ടിയ കോൺഗ്രസുമായി സഹകരിച്ച് ഭരിക്കുന്നത് SDP. കർണാടകത്തെ 7 സംസ്ഥാനങ്ങളിൽ SDPക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട്, രാജസ്ഥാനിൽ പ്രസിഡന്റുണ്ട്, തമിഴ്നാട്ടിൽ പ്രസിഡന്റുണ്ട്, വിവിധ സംസ്ഥാനങ്ങളിൽ മുനിസിപ്പൽ കോർപ്പറേഷനുണ്ട്. UPയിൽ യോഗി ആദിത്യനാഥ് നയിക്കുന്ന ഈ UPയിൽ SDPക്ക് പഞ്ചായത്ത് മെമ്പർമാർ മാത്രമല്ല ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരുണ്ട്. ഝാർഖണ്ഡിൽ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിൽപ്പെട്ട ഝാർഖണ്ഡിൽ SDPക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പറുണ്ട്, 48ഓളം പഞ്ചായത്ത് മെമ്പർമാരുണ്ട്. ഈ രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥിതിയെ അംഗീകരിച്ച് ഈ രാജ്യത്തിന്റെ രാജ്യ പ്രക്രിയയിൽ ഇടപെട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജനാധിപത്യ സംവിധാനത്തിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകന്മാർക്ക് ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ സാധ്യമല്ല എന്ന് തിട്ടൂരം നടക്കാൻ പ്രിയപ്പെട്ട സഖാവേ നിങ്ങൾക്കാരും അധികാരം തന്നിട്ടില്ല. നിങ്ങൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ഒക്കെ ഫേക്ക് സർട്ടിഫിക്കറ്റാ, കള്ള സർട്ടിഫിക്കറ്റ്. രാജ്യത്ത് 1100 യൂണിവേഴ്സിറ്റി ഉണ്ട്, ഡിഗ്രി കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന യൂണിവേഴ്സിറ്റികൾ. നിങ്ങളെ ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഈ CPM യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ, അത് ഫേക്കാ, കള്ളത്തരാ. അപ്പൊ ആ കള്ളത്തര യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ സ്ഥാനം ഒന്ന് മാറിക്കൊടുത്താളേ. നമ്മുടെ ഒരു പാർട്ടിയുടെ, കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയാണ് 3 ജില്ല, ഒരു പാർലമെന്റ് മണ്ഡലത്തിലെ 3 മണ്ഡലങ്ങൾ അത് മുസ്ലിം ഭൂരിപക്ഷമാണ്. ഒന്ന് കോഴിക്കോടാണ്, അത് മുസ്ലിം ഭൂരിപക്ഷമാണ്. അവിടുന്ന് SDP വോട്ട് ചെയ്ത് ജയിച്ചത് ഭയങ്കര അപരാധമായി, എന്തോ ഒരു അപരാധം ചെയ്ത പോലെ. പൊന്നാര സഖാവേ, രാജ്യത്ത് SDPക്കാരന് ഒരു കുഴപ്പമുണ്ടാക്കിയിട്ടില്ല. നിങ്ങൾ ഉണ്ടാക്കിയ കുഴപ്പത്തിന്റെ 1000ന്റെ അംശം പോലും. ഇനി ആരെങ്കിലും വരെ കുഴപ്പമുണ്ടാക്കി എന്താ ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി ചെയ്യേണ്ടത്? അവരെ ജനാധിപത്യ പ്രക്രിയയിലേക്ക് കൊണ്ടുവരാം. നിങ്ങൾ ആരെങ്കിലും ഈ ജനാധിപത്യ പ്രക്രിയ അംഗീകരിക്കുന്നെങ്കിൽ ഇങ്ങോട്ട് വരൂ. ഈ രാജ്യത്തിന്റെ പൊതുധാരയിലേക്ക് കടന്നു വരുന്നത് പറയാവുന്നത്. ആ പണിയിലെ നിങ്ങൾ ജനാധിപത്യം ചെയ്യേണ്ടത്. അതിന് പകരം അദ്ദേഹം ഒരു അപരാധമായി തെറ്റായി കാണുന്നത് സോണിയാഗാന്ധിക്കും പിന്നെ പ്രിയങ്ക ഗാന്ധിക്കും അതിനു മുമ്പ് രാഹുൽ ഗാന്ധിക്കും വോട്ട് ചെയ്യുന്നത് അപരാധമായി.
ഈ രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയയിൽ, ഈ രാജ്യത്തെ ജനാധിപത്യത്തിന്റെ അതിന്റെ ശക്തിയായ ഇന്ത്യൻ ഭരണയുടെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളിത്തത്തോടുകൂടി അതിന്റെ ശക്തിപ്പെടുത്താനുള്ള പ്രക്രിയയിൽ ധീരമായി നിലകൊണ്ട് പ്രവർത്തനം നടത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഇങ്ങനെ അവഹേളിക്കൊന്നും വേണ്ട. അത് നിങ്ങൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റും ആവശ്യമില്ല. ഇപ്പൊ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ വല്ലാതെ തരം താഴ്ന്നു പോവുകയാണ്. CPM ഇങ്ങനെയാണോ ഉണ്ടാകേണ്ടത്? ഇങ്ങനെയാണോ പറയേണ്ടത്? നിങ്ങൾ തോൽക്കുന്നു എന്നുള്ളത് സത്യമായിരിക്കും, അത് നിങ്ങളെ കയ്യിലിരിപ്പോണ്ടാണ്, ഞങ്ങളെ പ്രശ്നമില്ല. നിങ്ങൾ തോൽക്കുന്നു, CPM തോൽക്കുന്നു എന്നുള്ളത് നിങ്ങളെ കയ്യിലിരിക്കേണ്ട പ്രശ്നമാണ്. അതിന് SDPI കിട്ടുമ്പോൾ എന്താ കാര്യം? നിങ്ങൾ നന്നാവോ നോക്കൂ. അപ്പൊ SDPI വേണ്ടി ഞങ്ങളെ കൂടെ വരും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്ത് ശക്തമായ ഒരു ഭരണ സംവിധാനം ഉണ്ടാകണം. ഈ രാജ്യത്ത് സാഹോദര്യം നിലനിൽക്കണം. ഈ രാജ്യത്ത് നീതി ഉണ്ടാകണം, സമത്വം ഉണ്ടാകണം. അനീതിക്കെതിരെ, അസമത്വത്തിനെതിരെ ധീരമായി നിലകൊള്ളേണ്ട ഒരു പൗരസമൂഹം ഉണ്ടായി വരേണ്ടതുണ്ട്. അതിന് ഈ രാജ്യത്തിന്റെ ഭരണഘടന നിലനിൽക്കണം. ഈ രാജ്യത്തിന്റെ ഭരണം നിലനിർത്താനുള്ള ഈ പോരാട്ടത്തിൽ ഈ രാജ്യത്തെ മുഴുവൻ ജനവിഭാഗങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടാകണം, ഞങ്ങൾക്ക് പിന്തുണ നൽകണം. ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെട്ട് ജനങ്ങളെ ജനാധിപത്യമായി സംഘടിപ്പിച്ച് രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയയിൽ സജീവ പങ്കാളികളായി സക്രിയമായ ഇടപെടൽ നടത്തി മുന്നോട്ട് പോകുന്ന രാജ്യത്ത് സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ സോഷ്യൽ ഡെമോക്രസി വരുന്നതിന് വേണ്ടി അങ്ങേയറ്റം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ തെരുവീതികളിൽ ഈ രാജ്യത്തെ വെറുപ്പിന്റെ ഫാക്ടറികളാക്കി മാറ്റുന്ന സംഘപരിവാര ശക്തികൾക്കെതിരെ തെരുവിൽ ശക്തമായി നിലകൊണ്ടുകൊണ്ടിരിക്കുന്ന SDPIക്ക് നിങ്ങളുടെ പിന്തുണയും നിങ്ങളുടെ സഹായവും സഹകരണവും ഉണ്ടാണെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മഹാനായ BR അംബേദ്കറെ വളരെ അങ്ങേയറ്റം ആദരവോടുകൂടി, ബഹുമാനത്തോടുകൂടി, അങ്ങേയറ്റത്തെ അഭിമാനത്തോടുകൂടി ഓർത്തുകൊണ്ട് ഈ അംബേദ്കർ സ്ക്വയർ ഔപചാരികമായി ഉദ്ഘാടനം അറിയിച്ചുകൊള്ളുന്നു. ജയ് SDPI, ജയ് ഹിന്ദ്.